വചനം വചനം നീതിയുടെ വചനം ദൈവവചനം ജീവന്റെ വചനം നീതിയുടെ വചനം നീതിയുടെ വചനം. വാത്സല്യമുള്ള എല്ലാ ദൈവമക്കളെയും സത്യവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വചനത്തിൻ്റെ അഴകും ആഴവും തേടിയുള്ള നമ്മുടെ യാത്രയിൽ നാം ഇന്ന് മറ്റൊരു ചിന്താവിഷയത്തിലേക്ക് കടക്കുകയാണ്. രണ്ട് തരത്തിലുള്ള പാപങ്ങൾ, അബദ്ധവശാൽ മനുഷ്യൻ ചെയ്യുന്ന പാപവും കരുതിക്കൂട്ടി ചെയ്യുന്ന പാപവും. ഞാൻ ഈ രണ്ട് വാക്കുകളും തിരുവചനത്തിൽ നിന്ന് എടുത്തതാണ്. അതായത് അബദ്ധവശാൽ എന്നുള്ള വാക്കും അതുപോലെ തന്നെ കരുതിക്കൂട്ടി എന്നുള്ള വാക്കും. ഇതിന് പല വേർഷൻസ് ബൈബിളിലുണ്ടെങ്കിലും ഇതിന് ആധാരമായിട്ടുള്ള പഴയ നിയമത്തിലെ വാക്കുകളാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ സമയത്ത് യൂട്യൂബിലൊരു സംവാദം കാണുകയുണ്ടായി. അതായത് തിയോളജിയൊക്കെ പഠിച്ച ഒരു മനുഷ്യൻ, ഒരു തിയോളജിസ്റ്റ് അഥവാ ഒരു ആത്മീയ പ്രഭാഷകനും അതുപോലെ തന്നെ ഒരു യുക്തിവാദിയും, അതായത് ഒരു ആത്മീയമായി ഉപദേഷ്ടാവായി നിൽക്കുന്ന ഒരു മനുഷ്യനും അതുപോലെ ഒരു യുക്തിവാദിയും തമ്മിലുള്ള സംവാദമാണ് കേൾക്കാൻ ഇടയായിത്തീർന്നത്. ആ യുക്തിവാദി ചോദിച്ച ചോദ്യം ഇതാണ്: നിങ്ങളുടെ യേശു ദൈവമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് തൻ്റെ രക്തം ചൊരിഞ്ഞ് ക്രൂശിൽ തൻ്റെ ജീവൻ വെടിഞ്ഞ് നമ്മുടെ പാപങ്ങളെല്ലാം മോചിച്ചു തന്നു. നിങ്ങളുടെ പാപങ്ങളെല്ലാം മോചിച്ചു തന്നു. എന്നിട്ട് ആ ദൈവം പിന്നീടങ്ങ് പോയി. എന്നിട്ടും ഇപ്പോഴും നിങ്ങൾ ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞ് വിളിച്ചു പോയിക്കൊണ്ട് പള്ളികൾ തോറും നടക്കുന്ന കാഴ്ചയാണല്ലോ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു കാപട്യമാണോ എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകും. ആ യുക്തിവാദിക്ക് വേണ്ട വിധത്തിലുള്ള മറുപടി കൊടുക്കുവാൻ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ താത്വികമായി സംശയരഹിതമായിട്ടുള്ള മറുപടി കൊടുക്കുവാൻ ഈ ആത്മീയ ഉപദേഷ്ടാവിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. വാസ്തവത്തിൽ അതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ നീതിയുടെ വചനം എന്ന ഒരു പരമ്പര തന്നെ തുടങ്ങാൻ കാരണം. ഈ വചനം ആദ്യം മുതൽ കേട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഏത് യുക്തിവാദിക്കും വചനമെന്ന വാൾ ഉപയോഗിച്ച് നമുക്ക് അവരെ വെട്ടി വീഴ്ത്തുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ വചനം ശ്രദ്ധയോടുകൂടി കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചു വന്ന വിഷയം രണ്ട് തരത്തിലുള്ള പാപങ്ങളെക്കുറിച്ചാണ്. ഒന്ന്, അതിന് പല വേർഷൻസ് പറയാറുണ്ട്, അറിയാതെ ചെയ്യുന്ന പാപം. അതിന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് അബദ്ധവശാൽ ചെയ്യുന്ന പാപം. രണ്ടാമത്തേത് ഒന്നിൽ മനഃപൂർവ്വം എന്ന് പറയാം, അല്ലെങ്കിൽ കരുതിക്കൂട്ടി ചെയ്യുന്ന പാപം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വചനത്തിലെ വേർഷൻ അതാണ്, കരുതിക്കൂട്ടി ചെയ്യുന്ന പാപം. അപ്പോൾ ഈ രണ്ട് പാപങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനം ഏതാണെന്ന് നമുക്ക് ആദ്യമായി നോക്കാം. അതായത് സംഖ്യാപുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 27-ഉം 30-ഉം വാക്യമാണ്. ആദ്യം സംഖ്യാപുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം നമുക്ക് വായിക്കാം. അതായത് ഒരാൾ അബദ്ധവശാൽ പാപം ചെയ്താൽ അയാൾ തനിക്ക് വേണ്ടി പാപയാഗത്തിനായി 1 വയസ്സ് പ്രായമുള്ള ഒരു പെൺകോലാട്ടിനെയോ യാഗമർപ്പിക്കണം. പുരോഹിതൻ പ്രായശ്ചിത്തം കഴിക്കണം. എന്ന് പറഞ്ഞാൽ പുരോഹിതൻ ഈ കോലാടിൻ്റെ രക്തം കൊണ്ട് പ്രായശ്ചിത്തം കഴിക്കണം. ഇതാണ് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം.
ഈ യാഗം ബലി എന്നൊക്കെ പറയുന്നത് ഈ തിരുവചനത്തിൽ ഉടനീളം പഴയ നിയമത്തിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് വാക്കുകളാണ്, യാഗം ബലി. ഇതൊക്കെ നാം നേരത്തെ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പുസ്തകം എന്ന് പറയുന്നത് ഒരു ആത്മീയ ഗ്രന്ഥം മാത്രമല്ല, ചരിത്ര ഗ്രന്ഥം കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ നിലനിന്നിരുന്ന എല്ലാ സംവിധാനങ്ങളെക്കുറിച്ചും ഇതിനകത്ത് പ്രതിപാദ്യമുണ്ട്. ഈ യാഗം ബലി എന്നൊക്കെയുള്ളത് ചരിത്രാതീത കാലം മുതൽ, അല്ലെങ്കിൽ ആദിമ പ്രാചീന മനുഷ്യനിൽ മുതൽ എല്ലാ മതങ്ങളിലും നിലനിൽക്കുന്നതാണ് യാഗവും ബലിയും എല്ലാം. അപ്പോൾ ഈ യാഗം ബലി എന്നുള്ള ആ ഒരു സിസ്റ്റം മനുഷ്യൻ്റെ രക്തത്തിൽ അങ്ങ് അലിഞ്ഞു ചേർന്നു. ദൈവത്തിൻ്റെ ഒരു ഉപദേശ ശൈലി അല്ലെങ്കിൽ ദൈവിക ശൈലി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന, അഥവാ മനുഷ്യന് മനസ്സിലാക്കി വച്ചിരിക്കുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വചനങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ അവതരിപ്പിച്ചാൽ ജനങ്ങൾക്ക് മനസ്സിലാകും. ഈ പുസ്തകം ആർക്ക് വേണ്ടി എഴുതിയിട്ടുള്ളതാണ്? ഈ തിരുവചനം ആർക്ക് വേണ്ടിയാണ് എഴുതിയിട്ടുള്ളത്? ദൈവത്തിന് വേണ്ടിയാണ് എഴുതിയിട്ടുള്ളത്? അല്ല. ദൈവത്തിന് ഈ വചനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ദൈവത്തിന് എപ്പോഴും വചനം ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ദൈവം തന്നെ വചനമാകുന്നു. അപ്പോൾ ഇത് ആർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള? മനുഷ്യന് വേണ്ടി എഴുതിയിട്ടുള്ള. അപ്പോൾ ഇത് വായിക്കുമ്പോൾ പൂർണ്ണമായും മനുഷ്യൻ അത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയിട്ട് വേണം അത് പ്രാവർത്തികമാക്കാനായിട്ട്. അപ്പം മനുഷ്യൻ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ യാഗം അല്ലെങ്കിൽ ബലി, രക്തച്ചൊരിച്ചിലിൽ കൂടി പാപമോചനമുണ്ട് എന്നുള്ളതാണ് മനുഷ്യൻ്റെ മനസ്സിൽ രൂഢമൂലമായിരിക്കുന്ന ധാരണ. അപ്പോൾ ആ മാർഗം തന്നെ ദൈവം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ രക്തം ചൊരിഞ്ഞ് പാപം മോചിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം രക്തം കണ്ടുകൊണ്ട് പ്രസാദിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. അതൊക്കെ യെശയ്യാ പ്രവാചകനൊക്കെ വളരെ വ്യക്തമായിട്ട് കാലങ്ങളുടെ കടന്നുപോക്കിൽ ഇതൊക്കെയും നമുക്ക് വചനമായി നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ രക്തം ചൊരിഞ്ഞുള്ള പാപം എന്ന് പറയുന്നത് മനുഷ്യന് മനസ്സിലാകാൻ വേണ്ടി, മനുഷ്യൻ്റെ പാപങ്ങൾക്ക് മോചനം വന്നു എന്നുള്ളത് അവനെ വിശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം ചൊരിഞ്ഞതാണ് ഈ രക്തം. അതായത് യേശു ക്രിസ്തു തൻ്റെ പ്രിയപുത്രനിലൂടെ ചൊരിഞ്ഞ ആ രക്തം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 1 വയസ്സ് പ്രായമുള്ള ഒരു പെൺകോലാട്ടിനെ അർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ യാഗമായി നമുക്ക് വേണ്ടി നൽകി തന്നിരിക്കുന്നത് ആരെയാണ്? പെൺകോലാടിൻ്റെ പകരം ആരെയാണ്? യേശു ക്രിസ്തുവിനെയാണ് നൽകി തന്നിരിക്കുന്നത്. കാരണം പാപമില്ലാത്ത ഒരു വ്യക്തി വേണം യാഗത്തിന് യാഗമർപ്പിക്കാൻ. വിശുദ്ധിയുള്ള യാഗമാണ് ദൈവത്തിന് ആവശ്യം. ആ യാഗത്തിൽ കൂടി ദൈവം മാനവരാശിയുടെ പാപങ്ങളെ മുഴുവൻ മോചിച്ചു തന്നു. തരുമെന്നല്ല, എപ്പോൾ മോചിച്ചു വന്നു? 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞപ്പോൾ ഈ പാപം മോചിച്ചു തന്നു. അപ്പോൾ അബദ്ധവശാൽ ഒരു പാപം മനുഷ്യനിൽ ഉണ്ടായാൽ എന്താണ്? അബദ്ധവശാലുണ്ട് അറിയാതെ ചെയ്യുന്ന പാപമാണ്. ആ പാപം ഈ രക്തം മൂലം പൂർണ്ണമായും മായ്ച്ചു കളയത്തന്നെ ചെയ്യും. ഈ സത്യമാണ് പലപ്പോഴും ഈ ക്രൈസ്തവ സമൂഹം പോലും വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടില്ല. ഈ അബദ്ധവശാൽ ചെയ്യുന്ന പാപത്തിന് യോഹന്നാൻ അപ്പോസ്തലൻ്റെ വേർഷനിൽ പറഞ്ഞാൽ 1 യോഹന്നാൻ 2:1 അത് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ, ആ വേർഷനാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥനായി, അഥവാ കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കലുണ്ട്. അവനവിടെ വെറുതെ ഇരിക്കുകയല്ല, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നീതിയുടെ വചനത്തിൽ നമ്മളത് കേട്ടതാണ്.
അതായത് യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് നമ്മളുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ പാപം താൻ തന്നെ സ്വയം ഏറ്റെടുത്തിട്ട് തന്നിലുള്ള താൻ ആ പാപം സ്വയം ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് യോഹന്നാൻ 17:19 പറഞ്ഞത് നമ്മൾ നേരത്തെ ചിന്തിച്ചുള്ള വചനമാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, വിശ്വസിപ്പാനിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ദൈവം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഇഷ്ടം പോലെ പാപം ചെയ്യാമോ? ഇല്ല. അതിന് തക്കതായിട്ടുള്ള വചനം തിരുവചനത്തിൽ കൊടുത്തിട്ടുണ്ട്. എബ്രായർ 10:26 അത് പറയുന്നുണ്ട്. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനുഷ്യൻ മനഃപൂർവ്വം പാപം ചെയ്താൽ അതിന് ദൈവത്തിൻ്റെ ക്രോധാഗ്നിയുണ്ട്. ദൈവത്തിൻ്റെ ക്രോധാഗ്നിക്കിരയായി തീരും മനഃപൂർവ്വം പാപം ചെയ്താൽ. അതാണ് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ പാപം എന്ന് പറയുന്നത് സംഖ്യ 15:30 കരുതിക്കൂട്ടിയുള്ള പാപം. ഞാൻ വായിക്കുന്നില്ല. കരുതിക്കൂട്ടിയുള്ള പാപം ചെയ്താൽ, അതായത് 15-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ പാപം ചെയ്താൽ അതിന് അങ്ങനെ പാപം ചെയ്യുന്നവരെ സമൂഹത്തിൽ നിന്ന് നീക്കിക്കളയണം, ഛേദിച്ച് കളയണം എന്നാണ് സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്രോധാഗ്നി ഈ ഛേദിച്ച് കളയുന്നതൊക്കെ പിശാചിന് വിട്ടിരിക്കുകയാണ്. കാരണം ദൈവം എന്താണ്? ദൈവം ക്രോധമല്ല, ദൈവം സ്നേഹമാണ്. പിന്നെ ക്രോധം ആരാണ്? ക്രോധം പിശാചാണ്. ഈ പിശാചാണ് ക്രോധം കൊണ്ട് മനുഷ്യനെ ഛേദിച്ച് കളയുന്നത്, മനുഷ്യനെ ഇല്ലാതാക്കി കളയുന്ന അവനാണ്. എന്താ കാരണം? ഈ സാത്താൻ വന്നത് എന്തിനു വേണ്ടിയാണ്? മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമാണ് മനുഷ്യൻ പിശാച് വന്നിരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു വന്നത് എന്തിനു വേണ്ടിയാ? മനുഷ്യനെ രക്ഷ നൽകാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും, ജീവൻ നൽകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് യേശു ക്രിസ്തു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ സത്യം നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മളിനി ഒരു എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. അതായത് യേശു ക്രിസ്തു സാത്താൻ്റെ കൈകളിലേക്ക് ഈ മനഃപൂർവ്വം പാപം ചെയ്യുക, അല്ലെങ്കിൽ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് പാപം ചെയ്യുന്നവരെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇഷ്ടമനുസരിച്ച് പാപം ചെയ്യുന്നവരുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതായത് പാപിനിയായ സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ട് വന്ന് നിർത്തി അവനെ കല്ലെറിയുവാൻ, സമൂഹത്തിൽ നിന്ന് ഛേദിച്ച് കളയുവാൻ ആളുകൾ കല്ലുമായിട്ടാണ് വന്നത്. എന്നാൽ കർത്താവ് എന്താ അവിടെ ചെയ്തത്? കർത്താവിൻ്റെ കരുണ എന്ന് പറയുന്നത് ഈ ഛേദിച്ച് കളയലല്ല, സ്നേഹമാണ്. കർത്താവ് അവിടെ എഴുതിക്കൊണ്ടിരുന്നു. ഇവളെ കല്ലെറിയാൻ വേണ്ടി കൊന്നപ്പോൾ കർത്താവ് എഴുതിക്കൊണ്ടിരുന്നു. എന്താ എഴുതിയത്? യെശയ്യാവ് 43:25 എഴുതിക്കൊണ്ടിരുന്നു. എന്താ അത്? എൻ്റെ നിമിത്തം ഞാൻ തന്നെ അവളുടെ സകല അകൃത്യങ്ങളും മായിച്ചിരിക്കുന്നു, അവളുടെ സകല യാതൊരു പാപങ്ങളും ഞാൻ ഇനി ഓർക്കയില്ല എന്നാണ് യേശു പറഞ്ഞത്. അതായത് കൃപയുടെ തണലിൽ, ദൈവത്തിൻ്റെ കരുണയുടെ തണലിൽ എല്ലാ ക്രോധങ്ങളും അപ്രസക്തമാകും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശു ക്രിസ്തു അതാണ് നമുക്ക് നൽകി തരുന്നത്. അതായത് കൃപ, കരുണ, ഇതാണ് യേശു ക്രിസ്തു കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ ദാവീദിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചാൽ മനഃപൂർവ്വം പാപം ചെയ്ത, അതായത് ദാവീദ് ബത്ശേബ സംഭവം നമുക്കറിയാം. മനഃപൂർവ്വം പാപം ചെയ്താൽ എന്താ അവിടെ സംഭവിക്കുന്നത്? അവിടെ പഴയ നിയമപ്രകാരമുള്ള സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പാപത്തിൻ്റെ ശമ്പളം എന്താ? മരണം. ആ മരണം അവിടെ നടന്നു. ദാവീദ് ബത്ശേബ സംഭവത്തിലുണ്ടായ കുഞ്ഞ് 7 ദിവസമേ ജീവിച്ചിരുന്നുള്ളൂ. അപ്പോഴേക്കും അവന് മാരകമായ രോഗം പിടിപെട്ട് ദാവീദ് കമഴ്ന്ന് കിടന്ന് എത്ര ദിവസം പ്രാർത്ഥിക്കേണ്ടി വന്നു. അതുകൊണ്ട് ആ പാപത്തിൻ്റെ ശമ്പളം ആ കുഞ്ഞേറ്റു. ദാവീദിൻ്റെ ഹൃദയം തകർന്നു. ദാവീദ് അനുതപിച്ചപ്പോൾ, അത് അവിടെയാണ് ഇനി കർത്താവിൻ്റെ വെളിപ്പാട് വരുന്നത്. ദാവീദ് അനുതപിച്ചപ്പോൾ കർത്താവിൻ്റെ കരുണയിൽ
ദാവീദിന് പാപമോചനമുണ്ടായി. എന്നാൽ അതിൻ്റെ ശിക്ഷ അവൻ അനുഭവിച്ചു. അതായത് പാപത്തിൻ്റെ ക്രോധാഗ്നി എന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ഓർത്തിരിക്കേണ്ട വളരെ സത്യമായിട്ടുള്ള ഒരു വചനം എന്ന് പറയുന്നത് ഈ നീതിയുടെ വചനമാണ്. അതായത് യേശുവിനെ കർത്താവെന്ന വായു കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന ആ സമയം തന്നെ നമ്മൾ നീതീകരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് പാപം, നമ്മൾ അറിയാതെ ഉണ്ടാകുന്ന പാപം, അതായത് നമ്മൾ മനഃപൂർവ്വമല്ലാത്ത പാപം, ഉണ്ടാകുന്ന പാപങ്ങളെല്ലാം കർത്താവ് ആ സമയത്ത് തന്നെ മായ്ച്ചു കളയുകയാണ് ചെയ്യുന്നത്. അതാണ് മുമ്പേ നമ്മൾ പറഞ്ഞത്, യേശു ക്രിസ്തു തന്നെ സ്വയം ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുക അത്ര ചെയ്യുന്നത്. ദൈവം പോലും നമ്മുടെ പാപങ്ങളെ ഏറ്റെടുക്കുന്നതായിട്ട് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാമത്തെ വിശുദ്ധീകരിച്ചാൽ, എൻ്റെ നാമത്തെ അശുദ്ധീകരിച്ചാൽ ഞാനതിനെ വിശുദ്ധീകരിക്കേണ്ടി വരും, എനിക്കതിനെ വിശുദ്ധീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ദൈവം തന്നെ സ്വയം ശുദ്ധീകരിക്കുന്നു എന്ന് യെഹെസ്കേലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവർത്തനമാണ് യേശു ക്രിസ്തു 17-ാം അധ്യായത്തിൻ്റെ, യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. അങ്ങനെ സത്യത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് വ്യാപരിക്കുക. പിന്നീട് നമ്മളിലുണ്ടാകുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഏത് പ്രവൃത്തിയാണ്? ഈ വിശ്വാസത്തിൽ കൂടി, വിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണ്? ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ള, ദൈവം അയച്ച പുത്രനിൽ വിശ്വസിക്കുന്നതാണ്. അങ്ങനെ പുത്രനിൽ കൂടി നമുക്ക് സമാധാനവും സന്തോഷവും പ്രാപിക്കുവാനായിട്ട് കഴിയും. അതാണ് നീതിയുടെ വചനം എന്ന് പറയുന്നത്. നീതിയുടെ വചനം നാം മനസ്സിലാക്കാതിരുന്നാൽ ഈ യുക്തിവാദി പറഞ്ഞതുപോലെ എന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഭാവിയാണേ ഭാവിയാണേ എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചുകൊണ്ട് പള്ളികൾ തോറും കയറി ഇറങ്ങേണ്ടതായിട്ട് വരും. കാരണം പാവം മോഹിച്ചു കിട്ടിയിട്ടില്ല, അതിലോ അങ്ങനെ കയറി ഇറങ്ങുന്നു. അങ്ങനെ കയറി ഇറങ്ങുന്നവന് വചനമെന്ന വാളുപയോഗിച്ച്, അതാണ് നീതിയുടെ വചനം എന്ന വാളുപയോഗിച്ച് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ക്രൈസ്തവ ലോകത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. യുക്തിപരമായിട്ടുള്ള മറുപടി യുക്തിവാദികൾക്ക് കൊടുക്കുവാൻ, സംശയരഹിതമായിട്ടുള്ള മറുപടി യുക്തിവാദികൾക്ക് കൊടുക്കുവാൻ വചനമെന്ന വാളുപയോഗിച്ച് മറുപടി അവനെ വെട്ടി വീഴ്ത്തുവാൻ ക്രൈസ്തവ ലോകത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായ ഒരു സത്യം. അതുകൊണ്ട് നമ്മൾ വചനം പഠിക്കണം. അതാണ് ഞാൻ സാധാരണ പലപ്പോഴും ആവർത്തിച്ച് പറയാറുള്ളത്. നീതിയുടെ വചനം ആദ്യം മുതൽ കേട്ട് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ഓരോ വചനങ്ങൾ എടുത്ത് പഠിച്ച് നാം ഇപ്പോൾ ഏത് നിലയിലായിരിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് മനുഷ്യന് ആവശ്യം. അതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? അത് തിരിച്ചറിവാണ്. അത് അറിവും വെളിപ്പാടും കൂടി ചേരുന്നതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. അങ്ങനെയാണ് വിശ്വാസം വരുന്നത്. ആ വിശ്വാസമാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. എന്താ നാം തിരിച്ചറിയേണ്ടത്? യേശു ക്രിസ്തു എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിച്ചു. അതാണ് വിശ്വാസിയുടെ വാക്ക്. നാം ഇപ്പോൾ അതുകൊണ്ട് ഏത് അവസ്ഥയിലാണ് ആയിരിക്കുന്നത്? പഴയമത്തിലെ ദാസ്യത്തിൻ്റെ അവസ്ഥയിലല്ല നാം ഇപ്പോൾ വസിക്കുന്നത്. നാം
ഹാബിയലിൻ്റെ രക്തത്തേക്കാൾ പുണ്യരക്തമായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ അരികിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നതെന്ന് ഓർക്കുക. ആ രക്തത്തിൻ്റെ അരികിൽ കടന്നു വരുന്നവർക്ക് ഉള്ള അവകാശം എന്താ? അത് സ്വർഗരാജ്യമാണ്. ആ സ്വർഗരാജ്യം ഇന്ന് നമുക്ക് അവകാശമായി കർത്താവ് തന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. സ്വർഗരാജ്യത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ്. അത് നാം ഓർക്കണം. ആ ഒരവസ്ഥയിൽ നാം ആയിക്കഴിയുമ്പോൾ തീർച്ചയായും നമുക്ക് നീതിയുടെ വചനം ലഭിച്ചു. ആ അവസ്ഥയിൽ നാം ആയി എന്ന് തിരിച്ചറിയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ആ അവസ്ഥയിൽ നാം ആയി എന്ന് തിരിച്ചറിയുമ്പോൾ, അതായത് തേജസ്കരിച്ചിരിക്കുന്നു, സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയുള്ളവരെ? വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവരെ. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ആ രക്ഷയുടെ അനുഭവം നാം ഏറ്റെടുക്കുന്ന അവസരത്തിൽ, ആ രക്ഷ നമ്മുടെ സ്വന്തമാക്കി തീർക്കുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും നമുക്ക് സ്വർഗത്തിൽ ഇരിക്കുവാനുള്ള അവകാശമാണ് തന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ അവകാശികളാണ് നാം. യേശു ക്രിസ്തുവിൻ്റെ അവകാശികളാണ് നാം. ആ ഒരു അവസ്ഥയിലാണ് നാം ഇരിക്കുന്നത്. എപ്പോൾ? ആ പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കലേക്ക് നാം കടന്നു വരുമ്പോൾ, ആ രക്തത്തിൻ്റെ അരിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മെ ആരാക്കി തീർത്തു? നീതിമാന്മാരാക്കി തീർത്തു. അപ്പോൾ നാം മരിക്കുന്നത് എങ്ങനെയായിരിക്കും? മുമ്പേ പറഞ്ഞത് യുക്തിവാദി ചോദിച്ച പോലെ ഭാവിയായിട്ടാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് നാം മരിക്കുന്നത്? അപ്പോൾ നാം മരിക്കുന്നത് ക്രിസ്തുവിലാണ് മരിക്കുന്നത്. ആ ക്രിസ്തുവിൽ മരിച്ചവർക്ക് മാത്രമേ കർത്താവിൻ്റെ രണ്ടാം വരവിൽ അവനോട് കൂടെ എഴുന്നേൽക്കാൻ വരികയുള്ളൂ. നേരത്തെ ക്രിസ്തുവിൽ മരിച്ചവർ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന ക്രിസ്തുവിലുള്ളവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ജീവനോടിരിക്കുന്നവർ കർത്താവിനോടൊപ്പം മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ സത്യവചനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെയാണ് നീതിയുടെ വചനം എന്ന് പറയുന്നത്. എന്താണ് വാസ്തവത്തിൽ നീതിയുടെ വചനം? വളരെ സിമ്പിളായിട്ട് പറയാം. യേശു ക്രിസ്തു ക്രൂശിൽ തൻ്റെ രക്തം ചൊരിഞ്ഞ് നമ്മളുടെ പാപങ്ങൾ മോചിച്ച് തന്ന് നമ്മളെ നീതിമാന്മാരാക്കി, നമ്മളെ വിശുദ്ധരാക്കി, നമ്മളെ സൽഗുണപൂർണരാക്കി. പ്രൈസ് ദി ലോർഡ്. നമ്മളെ ആ നീതിമാന്മാരാക്കിയതാണ് നീതിയുടെ വചനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അത് യേശു ഏറ്റെടുത്തു. യേശു സ്വയം പാപമായി തീർന്നു എന്നാണ് പറയുന്നത്. യേശു സ്വയം പാപമായി തീർന്നുകൊണ്ട് നമ്മളെ അവൻ നീതീകരിക്കുകയാണ് ഉണ്ടായത്. ഈ നീതിയിലാണ് ക്രൈസ്തവ ലോകം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. എന്നാൽ അങ്ങനെയാണോ നാം മുന്നോട്ട് പോകുന്നത് എന്ന് നാം സ്വയം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഏത് യുക്തിവാദിയുടെയും ചോദ്യത്തിന് മറുപടി കൊടുക്കുവാൻ തക്കവണ്ണം നീതിയുടെ വചനം നമുക്കെടുത്ത് ഉപയോഗിക്കാം. അതായത് ഈ വചനമെന്ന വാൾ, വചനത്തിലെ സത്യവചനമെന്ന വാൾ, നീതിയുടെ വചനം എടുത്ത് അവനോട് പോരാടുവാൻ തക്കവണ്ണം ദൈവം നമുക്കിടയാക്കി തീർക്കും. നമ്മൾ വിശ്വസിച്ചാൽ മതി. നമ്മളൊരു തിരിച്ചറിവിലേക്ക് കടന്നു വന്നാൽ മതി. വിശ്വസിക്കുക എന്ന് ഞാൻ പറയുമ്പോഴല്ല അതിൻ്റെ അർത്ഥം നമ്മളൊരു പരിജ്ഞാനത്തിലേക്ക് കടന്നു വരുന്നു എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു പരിജ്ഞാനത്തിലേക്ക് കടന്നു വന്ന് യേശു ക്രിസ്തുവിൽ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ഞാൻ ഇന്ന് ദൈവത്തിൻ്റെ മകനായി തീർന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായിട്ടാണ് സൃഷ്ടി മുഴുവൻ ഇന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. സൃഷ്ടി മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇതിനു വേണ്ടിയാണ്, ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി, രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ വെളിപ്പാടിന് വേണ്ടി.
അങ്ങനെ ദൈവത്തിൻ്റെ മകനായി, ദൈവത്തിൻ്റെ പുത്രനായി അവന് യേശു ക്രിസ്തുവിൻ്റെ കൂട്ടവകാശിയായി സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക്, സന്തോഷത്തോടെയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിച്ചുകൂടെ? തൃപ്തികരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൂടെ? സൽഗുണപൂർണതയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൂടെ? നയിക്കാൻ ദൈവം തന്നെ പരിശുദ്ധാത്മാ മുഖാന്തരം നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. ആമേൻ. ആമേൻ. ദൈവവചനം ജീവന്റെ വചനം.